പോലീസ് സ്റ്റേഷനിൽ സ്റ്റുഡന്റ് കേഡറ്റുകൾക്കൊപ്പം ക്രിമിനൽ കേസ് പ്രതിയും. കൊല്ലം കടയ്ക്കൽ GVHSS സ്കൂളിലായിരുന്നു സംഭവം. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ CPM ബ്രാഞ്ച് സെക്രട്ടറി വികാസാണ് പോലീസ് ഉദ്യോഗസ്ഥർക്കൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ വികാസ് പ്രസിഡന്റായിരുന്ന ഉപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, വിവരങ്ങൾ. പോലീസ് സ്റ്റേഷനിൽ സ്റ്റുഡന്റ് കേഡറ്റുകൾക്കൊപ്പം ക്രിമിനൽ കേസ് പ്രതിയും. കടയ്ക്കൽ GVHSS സ്കൂളിലായിരുന്നു സംഭവം. പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. മനോജ് ചേരുന്നുണ്ട്. മനോജ്, കുട്ടികളുടെ പരിപാടിക്കൊപ്പം ക്രിമിനൽ കേസിലെ പ്രതിയും പങ്കെടുത്തുവെന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. വിവരങ്ങൾ. GVHSS സ്കൂളിലെ സ്റ്റുഡൻസ് കേഡറ്റ്സിന്റെ നേതൃത്വത്തിലാണ് ഈ പരിസ്ഥിതി ദിന പരിപാടി നടന്നത്. ഒരു റാലിയായി കടയ്ക്കൽ പോലീസ് സ്റ്റേഷന് മുന്നിലെത്തിയാണ് ഈ പരിപാടി സമാപിച്ചത്. ഈ പരിപാടിയിൽ CPM പ്രാദേശിക നേതാവ്, അതായത് ബ്രാഞ്ച് സെക്രട്ടറി ആയിട്ടുള്ള വികാസ്, ഇയാൾ ക്രിമിനൽ കേസുകൾ പ്രതിയാണ്. അതോടൊപ്പം തന്നെ കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദവുമായി ബന്ധപ്പെട്ട് വികാസ് പ്രസിഡന്റ് ആയിട്ടുണ്ടായിരുന്ന ഈ ക്ഷേത്ര ഉപദേശക സമിതി പിരിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇത്തരത്തിലൊരു വ്യക്തിയാണ് ഇന്ന് ഈ സ്റ്റുഡൻസ് കേഡറ്റ്സിനൊപ്പം പരിപാടിയിൽ പങ്കെടുത്തത്. ഈ പരിപാടിയിൽ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സ്കൂൾ അധികൃതരും ഉണ്ടായിരുന്നു. ഈ പോലീസ് സ്റ്റേഷന് മുന്നിൽ വെച്ച് പകർത്തിയ ചിത്രങ്ങളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് വികാസ് ഇതിൽ പങ്കെടുത്തതെന്ന് ചോദ്യത്തിന് സ്കൂൾ അധികൃതർ നൽകിയ മറുപടി വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ്, അതായത് PTA വൈസ് പ്രസിഡന്റ് ആണ്, അതുകൊണ്ടാണ് പങ്കെടുത്തതെന്നാണ്. എന്നാൽ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണോ എന്നുള്ള ചോദ്യത്തിനൊന്നും മറുപടിയില്ല. എന്തായാലും ഇയാൾക്കെതിരെ കേസുകൾ ഉണ്ടെന്നാണ് വിവരം. അതിന്റെ തന്നെ FIRകളും ലഭ്യമാണ്. എന്തായാലും ഇത്തരത്തിലൊരു മാതൃകാപരമായി പരിപാടി സംഘടിപ്പിക്കുമ്പോൾ, അതായത് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സുകൾ പങ്കെടുക്കുന്ന ഭാവിയിൽ അവർ ഈ നിയമപാലകരായും അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ വരേണ്ടവർ പങ്കെടുക്കുന്ന പരിപാടിയിലാണ് ഇത്തരത്തിൽ ക്രിമിനൽ കേസിൽ പ്രതിയായിട്ടുള്ള CPM നേതാവടക്കം പങ്കെടുത്തിരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ പങ്കാളിത്തത്തെക്കുറിച്ച് കൃത്യമായിട്ടുള്ള വിവരമൊന്നും തരാൻ തന്നെ സ്കൂൾ അധികൃതരോ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരോ ഒന്നും തയ്യാറാകുന്നില്ല. ആ ഫോട്ടോയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും പോലീസ് ഉദ്യോഗസ്ഥരും ഈ പരിപാടിയുടെ ഭാഗമായിട്ടുണ്ട്. എന്നാൽ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് ചോദിച്ച സമയത്ത് തങ്ങളല്ല ഈ പരിപാടിക്ക് നേതൃത്വം നൽകിയതെന്നും അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരാരും അങ്ങനെ പങ്കാളികളായിട്ടില്ലെന്നുമാണ് ലഭിച്ച വിവരം. എന്തായാലും ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഈ വികാസിനൊപ്പം തന്നെ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ സ്റ്റുഡൻസ് കേഡറ്റ്സുകളും നിൽക്കുന്നത് കാണാം. എന്തായാലും ഈ സ്കൂളിൽ നിന്നും പോയ റാലിയിലാണ് ഇത്തരത്തിലൊരു പങ്കാളിത്തം ഉണ്ടായിട്ടുള്ളത്. CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ് ഈ വികാസ്. മനോജ്, നേരത്തെ തന്നെ ഈ മനോജിന്റെ പേര് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഈ കടയ്ക്കൽ ക്ഷേത്രത്തിലെ വിപ്ലവഗാന വിവാദത്തിൽ വികാസ് പ്രസിഡന്റായിരുന്ന ഉപദേശക സമിതി പിരിച്ചുവിട്ടിരുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതി കൂടിയാണ് വികാസ്. അത്തരത്തിലുള്ള വിവരങ്ങൾ കൂടി മനോജ്. തീർച്ചയായും രാഷ്ട്രീയ രംഗത്ത് ഉൾപ്പെടെയുള്ള ക്രിമിനൽ കേസുകളിൽ ഇദ്ദേഹം പ്രതിയാണ്. ഇദ്ദേഹത്തിനെതിരെ കടയ്ക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ തന്നെ ഇപ്പോഴും നിലവിലുള്ള കേസുകളുണ്ട്. ഇതിൽ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജാമ്യമില്ലാത്ത കേസുകളിൽ വരെ പ്രതിയാണ്. അത്തരം ഒരാളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതായത് ഈ ക്രിമിനൽ കേസുകൾ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും തന്നെ ഈ അക്രമത്തിന് നേതൃത്വം നൽകുക, അതോടൊപ്പം തന്നെ മറ്റുള്ളവരെയും അതോടൊപ്പം ഈ വാഹനങ്ങളടക്കം അടിച്ചു നശിപ്പിച്ച കേസുകളിലൊക്കെ പ്രതിയാണ്. അത്തരമൊരു ക്രിമിനൽ കേസ് പ്രതിയാണ് ഈ സ്റ്റുഡൻസ് പോലീസ് കേഡറ്റ്സുകൾക്കൊപ്പം ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സ്കൂളിന്റെ PTA വൈസ് പ്രസിഡന്റ് ആണെന്ന് പറയുന്നു. അങ്ങനെ ക്രിമിനൽ കേസിൽ ഉൾപ്പെട്ട ആളെയാണ് മനോജാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്.